ഹായ് ഫ്രണ്ട്സ്, അലൻ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ ജഡായി ഹെൽത്ത് സെന്റർ, ചടയമംഗലത്താർ, കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്തുള്ള ജഡായി ഹെൽത്ത് സെന്റർ ആണ് നമ്മളിന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരുണ്ട് ഇവിടെ. ഒരു ഹായ് പറ. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ജഡാവിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ്സ് എടുക്കുന്നത്. ടിക്കറ്റിന് അവിടുത്തെ ജഡായി ശില്പത്തിലേക്കൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. പാപ്പയുടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. എന്താ ഉടൻ കടവുള്ള ഇത് ഈ കേബിൾ കാർ കമ്പനിയാണ്. ഒരു കേബിൾ കാർ പേരാണ് ഉഷാ ബ്രേക്കോ. ഉടൻ കടവുള്ളാണ്. ആ ഒരു വേൾഡ് ക്ലാസ് അനുഭവം ഉണ്ടല്ലേ മൊത്തത്തിൽ. നമ്മളൊരു കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നത്തില്ല. ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന അല്ലേ. ഇതുണ്ടോ പിച്ച് ഓഫ് കഫേ ഉണ്ടോ. അപ്പൊ നമ്മള് കേബിൾ കാറിലോട്ട് കയറുന്ന വഴി ഇതാണ്. കണ്ടോ, ഒരെണ്ണം ദോ നമ്മൾ ലൈറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ദോയിൽ അതിൽ കയറി പോകായിരുന്നു. ഒരെണ്ണം ദോ കയറിപ്പോയി. നമുക്കുള്ളത് വരും. ഇവിടെ തന്നെ ഇറങ്ങുന്നു. ഓ, നമുക്കുള്ള ദോ വരുന്നു. അതെ, നമുക്ക് അങ്ങനെയുണ്ട്. നമുക്കുള്ള ദോ വരുന്നു. നമുക്കുള്ളത് ദാ വരുന്നു. ആ വൈറ്റ് കണ്ടോ. അതാണ് അത് ഓട്ടോമാറ്റിക്കാണ്. ഇതില് ഓശനാകുമ്പോഴത്തേക്ക് വിളിച്ചേ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ ആട്ടുക. ഇതങ്ങനെ ആട്ടാൻ പറ്റുമോ? ഓളി ചെല്ലുമ്പോ ആട്ടമുണ്ട്. നിർത്തിയിട്ടൊരു ആട്ടമുണ്ട്. പൊട്ടത്തില്ലല്ലോ അല്ലേ. മലയാളിയെ തല്ലി പറയണം. ഫോർ അസിസ്റ്റൻസ് കോണ്ടാക്ട് കുറെ അറ്റൻഷൻ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ ഇവിടുന്നുണ്ടോ ഇവിടെ നല്ല വ്യൂ അങ്ങോട്ട്. സൺസെറ്റ് ആയിരുന്നു. അടിപൊളി വ്യൂ അല്ലേ. അല്ല എഴുന്നേറ്റ് അല്ല ഇരുന്നു അല്ലെങ്കിൽ ചിലപ്പോ വീണാല്. ആ വ്യൂ ഈ ക്യാമറ കാണുമ്പോ ഒരു നല്ല വ്യൂ അല്ല. ക്യാമറ കാണുമ്പോ നല്ല വ്യൂ, അല്ലാതെ നോക്കുമ്പോ താഴോട്ട് പോകുന്നുണ്ട്. ഇത് മറ്റേ അടുക്കളപ്പാറ ഇത് ഇല്ല. ശ്രീരാമനും ലക്ഷ്മണനോടെ അടുക്ക് കൂട്ടിയ പറ. അടുക്കള സെറ്റപ്പ് ആക്കിയ സ്ഥലം ഇവിടെയായിരുന്നു. മറ്റേ അതൊക്കെ വെച്ചിട്ട് എന്താ ഇവിടെ ഒരു ആയുർവേദിക് സെന്ററാണ്. ആയുർവേദിക് സെന്റർ അത് പണിഞ്ഞോണ്ടിരിക്കാണ്. ആയുർവേദിക് സെന്റർ ആണ് റിസോർട്ടിലെ സ്പാ സെന്റർ. അത് ഹെലിപ്പാഡ്. ഇവിടെ ആയതാണ് പൃഥ്വിരാജ് വന്നപ്പോ ഇവിടെ ലാൻഡ് ചെയ്തത്. സംഭവം കണ്ട അടുക്കളപ്പാറ അറിയായിരിക്കും. പിന്നെ ആ സാധനം കണ്ട ഇരിക്കുന്ന സാധനം കണ്ട
ഒരു സ്കൾപ്ചറൽ ബ്യൂട്ടി. അതെ, ഇന്ത്യയിലെ തന്നെ. ഓ പൊളിയല്ലേ. അവിടെ വാക്ക് വേയുടെ താഴെത്തുണ്ട്. ഇതുണ്ട്, ഇത് വാക്ക് ഒരു എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഫീറ്റ്. സ്കൾപ്ചറൽ ബ്യൂട്ടി. അതെന്തോടാ അവിടെ 300 സിപ്ലൈൻ. സിപ്ലൈൻ അത് വന്നിട്ടില്ലായിരിക്കും അല്ലേ? ഇപ്പൊ ഉണ്ടോ? ഇല്ല, അത് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇല്ല. അത് സിപ്ലൈൻ. എടാ, ഇത് മീന് മറ്റേ ഇത് മറ്റേ ഡാമാണ്. ഇപ്പൊ വെള്ളം കുറവാ, ചൂടാണ് വെള്ളം കുറവാ. ഇതാണ് വാക്ക് വേക്കുള്ള സ്ഥലം. ഈ സ്റ്റെപ്പുകളുണ്ടാവും വാക്ക് വേക്കുള്ളത്. അതാണ് നമ്മളെത്തി. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? അതേ നമ്മളെത്തി. ഈ കേബിൾ കാറിന് ടോർക്ക് ഉണ്ടായിരുന്നു, ടോർക്കും പവറൊക്കെ ഉണ്ടായിരുന്നു. സസ്പെൻഷനൊക്കെ കേബിൾ കാറിന് പവർ വളരെ കുറവാണെങ്കിൽ ടോർക്ക് ആവശ്യത്തിൽ അധികം ഉണ്ടെന്നാണ് ഞങ്ങൾ അവിടെ പെട്ട് കിടന്നപ്പോ മനസ്സിലായത്. മല നോക്കിയോ? മലനിരകൾ. മലനിരകൾ. അയ്യോ, പെട്രോൾ പെട്രോൾ ചോക്കൂടി. ഇല്ല, എന്താ മിസ്റ്റർ ബട്ട്ലർ അല്ലേ അതിനകത്ത് ലിഫ്റ്റിനകത്ത് കയറി സ്റ്റക്ക് ആകത്തില്ലേ? അതന്നെ. ബിരിയാണിയൊക്കെ ആളെല്ലാം ഉണ്ടോ? സീറ്റൊക്കെ നല്ല കുഷൻ. സീറ്റ് ഇതാണോ കുഷ്യൻ? ഇതാണോ കുഷ്യൻ? നല്ല തൈ സപ്പോർട്ടുണ്ട്. മുട്ട എടുത്താൽ പോയിട്ട് കഴിഞ്ഞാൽ പൊട്ടുമല്ലോ. നല്ല തൈ സപ്പോർട്ടുണ്ട്. ആ, ലംബ സപ്പോർട്ട് കുറവാണ്. ഇത് സ്ലോയാ, പവർ കുറവാ. അല്ലേ ഇവിടത്തെ മറ്റേ വേറെ കുറെ ഇടത്തേക്ക് ഉണ്ട്. നമ്മളുടെ സഫാരിയിലൊക്കെ കാണും. അതൊക്കെ ഇതില് ഹൈടെക്കാ. ഇത് പിന്നെ കേരളത്തിലെ ഇത് അപ്ഡേറ്റ് ആവും. പ്ലാറ്റ്ഫോം ഇവിടെ പ്ലാറ്റ്ഫോം. ആ, സ്റ്റേഷനെത്തി. സ്റ്റേഷൻ. ഫോട്ടോ വെച്ച് കടവന്ത്ര സർവീസ് കിട്ടും. ഓക്കെ, നമ്മൾ ഇറങ്ങിയായി. നമ്മൾ ഇത്രയും ദൂരമാണ് വന്നത്. എങ്ങനുണ്ട്? ഞാൻ വന്നപ്പോ ഇത്ര ഒന്നുമില്ല. ആ ഒരു എഞ്ചിനീയറിംഗ് അല്ല, ആ ഒരു സ്കൾപ്ചറൽ ബ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കേരളത്തിലാണല്ലോ നമ്മൾ ഇത്രയും നോക്കി നമ്മള് നല്ല ഡിസ്റ്റൻസ് വന്നു. ഭയങ്കര ഇവിടെ നോക്കുമ്പോഴേ മനസ്സിലാവില്ലല്ലേ എത്ര നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇതിന്റെ ഒരു മരിയിലെ ഇതുണ്ടല്ലോ, ഇൻഫിനിറ്റി. അങ്ങോട്ട് നോക്കുമ്പോഴേ കാണാൻ പറ്റില്ല, നമുക്ക് ഇവിടെ വന്നത് കാണാൻ പറ്റില്ല. ഇൻഫിനിറ്റി ആണാണ്. ഇവിടുന്ന് താഴോട്ട് തൂങ്ങിയിറങ്ങാം. നീ ആണ്ട ഇതേ തൂങ്ങിയൊന്നും നീ കാറിൽ കയറണമെന്നില്ല. പിടിച്ചു ഈ സീറ്റിന്റെ ഒക്കെ ഒരു ഡിസൈൻ ഉണ്ടോ? ഈ സീറ്റ് എന്ന് വെച്ചാൽ പ്രത്യേകം ഇരിക്കാൻ പറ്റും. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്. നമ്മുടെ ബ്രിട്ടീഷ്. അപ്പൊ അങ്ങോട്ട് ഇവിടെ നിയമമൊക്കെ എഴുതിയിട്ടുണ്ട്. ദയവായി ശില്പത്തിന് പുറത്ത് കയറുകയോ ചെയ്ത് പ്ലീസ് ഡോണ്ട് ക്ലൈംബ് ഓർ സിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്കൾപ്ചർ. ഇവിടെ ചെറിയ ടീ ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. ടീ ഷോപ്പ് ഉണ്ട്. ആ ഒരു സീറ്റിന്റെ നമുക്ക് ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടല്ലേ, ഇവിടെ ഫുള്ള് വുഡാണ്. അടിപൊളി. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല കാറ്റാണ്. ഇതിനകത്ത് പണിയെടുന്നോണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു ടോൾഡി അല്ല 60 തിയേറ്റർ. നമ്മൾ 60 തിയേറ്റർ
പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതിന്റെ ഒരു എൻട്രി പാസ് ഇതാണ്. ഇവിടെ ഒരു വെയിറ്റിംഗ് പാസ് ഉണ്ട്, വെയിറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതാണ്, ഇവിടെ നിന്നാണ് ജഡായുവിന്റെ ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത്. കണ്ടില്ലേ? ഇവിടെ നിന്നാണ് ജഡായുവിന്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ആണ്. അങ്ങോട്ടോ? അത് ടോയ്ലറ്റ് ദിസ് വേ. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ശില്പി, ഇതുണ്ടാക്കിയ ശില്പിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഒരു ശ്രീരാമന്റെ ഒരു അമ്പലം കൂടെ ഉണ്ട്. ശ്രീരാമന്റെ ഒരു പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം കൂടെ ഉണ്ട്. ഇതാണ് അമ്പലം എന്ന് പറയുന്നത്. ഇവിടെ മറ്റേ ശ്രീരാമന്റെ കൽപ്പാട് ഇവിടെ കേട്ടോ. ഇതാണ് ശ്രീരാമന്റെ കാൽപാദം വേണ്ടത്. ഉണ്ടോ, എന്തോ വലിയ കാൽപാദം അല്ലേ? വിളക്കൊക്കെ കത്തിച്ച് ആ ഒരു ലൈന് വരച്ചിരിക്കുന്നുണ്ടോ കൽപ്പാദത്തിന്റെ? അതെ, ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ഉണ്ട്. ഈ ആയൂർ ചടയമംഗലം ആ റേഞ്ച് ഫുള്ള് കാണാം. എന്റെ പൊന്ന്, എന്താ ഞാൻ വൈകിട്ട് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഒരു ശ്രീരാമന്റെ അമ്പലം. ഒരു അമ്പലം നടയെന്ന് പറയാം അല്ലേ? നടയല്ല, നടയാണ്. ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 3 നാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഇപ്പൊ തന്നെ. നല്ല കിടിലൻ ക്ലൈമറ്റ് കേട്ടോ. അതൊക്കെ അങ്ങോട്ടൊക്കെ മഞ്ഞാണോ? ഏത് എവിടെ മഴ വീഴുന്ന കണ്ടില്ലേ? മഴ പെയ്യോ? മഴയാ. ക്യാമറയെ വരുന്ന താഴേക്ക് വീഴുന്നുണ്ടോ? മഴ അത്രയും ഭാഗത്ത് മാത്രം. അത് ഇങ്ങോട്ട് വരുമല്ലേ? നല്ല ക്ലിയർ ആയിട്ട് തുടങ്ങി. ഇവിടെ വരാൻ സാധ്യത. അപ്പൊ ഈ വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നതും. അപ്പൊ നമുക്ക് ഇത് ഇപ്പോ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ വാക്വേ വഴി കയറി വന്നിട്ട് തിരിച്ച് 1 വേ ടിക്കറ്റ്, കേബിൾ കാർ ടിക്കറ്റ് എടുക്കാൻ പറ്റും. തിരിച്ച് റിട്ടേൺ കേബിൾ കാർ എടുക്കാൻ പറ്റും. ഇതൊരു ചെറിയൊരു ഒരു കഫേ ഏരിയയാണ്, കഫറ്റേരിയ ആണ്, നമ്മുടെ കോഫി ഷോപ്പാണിത്. ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓ, നമ്മളിപ്പോഴും ലേറ്റ് കേട്ടാ, നമ്മളിപ്പോഴും ലേറ്റ്. അല്ലെങ്കിൽ ഇതിൽ കയറി പോയിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യുക. നമുക്കുള്ള വണ്ടി വരും. ഇതോ വരുന്നു. ഓ, നമ്മളങ്ങനെ തിരിച്ച് കേബിൾ കാറിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. എങ്ങനെയുണ്ട് തിരിച്ചുള്ള എക്സ്പീരിയൻസ്? ഭയങ്കര വൈബല്ലേ? ഗോദാവരി മഞ്ഞ് കയറി പോകുന്നു. സൺസെറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സൺസെറ്റ് ഒരു 6 മണിയൊക്കെ ഇങ്ങോട്ട് മറ്റ് എതിരെ ഒരാൾ വരുമ്പോഴാണ് നല്ല എതിരെയുള്ള മറ്റു വണ്ടികളുണ്ടല്ലോ. വരുന്നു. അവര് വരുമ്പോഴത് നല്ല
അതൊരു സ്പീഡിലാ കയറി പോകുന്നത്. അതവിടെ നിൽക്കുക കേട്ടോ. നമ്മളൊരു പോക്കിപ്പോ അങ്ങ് പോകും. നമ്മളൊരു പോക്കിപ്പോ പോകുമ്പോലെ ശരിയാ. ആ രണ്ടാമത്തെ ആ ഒരു പോസ്റ്റ് ഇല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോക്ക് പോകും. ആണല്ലേ? ഏഹ് റോളർ കോസ്റ്റർ പോലെ. ഇനി ഒരു നിപ്പുണ്ട്. ഈ നിപ്പ് കഴിഞ്ഞിട്ടുള്ള എടുപ്പാണ്. പറഞ്ഞൊരു ബിൽഡപ്പ് കൊടുക്കും. ഒന്നും കാണത്തില്ല അവസാനം. ഇങ്ങനെ ആടിയും നിൽക്കുക. കൊതി പതുങ്ങുന്നത് കൊതിച്ച് ചാട്ടത്തിനുള്ള മുന്നോടി. ഇല്ല, അത് ബ്ലാങ്കാ. ആളില്ലെങ്കിൽ തോന്നും, കാരണം ഇതെല്ലാം ഒറ്റ. നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടി ഓടിയാല് 4 എണ്ണം കൂടെ ഓടണം. നേരത്തെ മഞ്ഞു പോയായിരുന്നു വൈബ്. നമ്മള് ലാൻഡ് ചെയ്ത് നമ്മുടെ കാറിന്റെ പാർക്കിംഗ് ഒക്കെ കണ്ട. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലാൻഡിങ് വിസിറ്റിംഗ് വിസയിലോ? ഇനി എവിടുന്ന് ഇങ്ങനെ പതുക്കെ പോകത്തുള്ളൂ. ഞങ്ങളിത് നടന്നൊക്കെ കയറിയിട്ടുണ്ട്. നടന്നല്ലേ ഇതിപ്പോ എഡിറ്റ് ചെയ്യുമ്പോ അറിയാം. ഇങ്ങനെ പതിയെ കാറ്റ് മഴ അങ്ങനെയുള്ള സമയത്ത് ഇത് ഓടിക്കത്തില്ല. അവിടെ ഇവിടെ ഇറങ്ങിക്കോ. നമ്മൾ കേബിൾ കാർ വഴി ഇറങ്ങി വരുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു ഗെയിം സോണും ടോൾഡി തിയേറ്ററാണ്. WWR എന്നൊക്കെ എഴുതുന്നത്. ഇതൊരു ടോൾഡി തിയേറ്ററാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ പറ്റുന്ന ഗെയിംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ, എയർ ഹോക്കി, മിക്കി മൗസിന്റെ ഗെയിം, ഇത് ഉണ്ട്. നല്ല രസമാണ്. എയർ ഹോക്കി ഉണ്ട്. ഇപ്പൊ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് അടുത്ത ഷോയ്ക്ക് കയറാം. അപ്പൊ നമ്മുടെ ഷോ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും. ആന്റിയൊക്കെ പിടിച്ചിരിക്കുന്നു.
ഇതാണ് നമ്മുടെ 12D സംഭവം വിഷ്വൽസ് സെലക്ട് ചെയ്യുന്ന സ്ക്രീൻ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന വിഷ്വൽ ഏതാണ്? ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് നമുക്ക് കാനിയൻ കോസ്റ്റർ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. ഇതല്ലേ ഫസ്റ്റ് കിടക്കുന്ന കാനിയൻ കോസ്റ്റർ ആണ് ഫോറസ്റ്റ് മൂവി. പിന്നെ അതിനുശേഷം വരുന്നത് സ്കെയറി മൂവി ആണെങ്കിൽ ഫോറസ്റ്റ് അഡ്വഞ്ചർ സെലക്ട് ചെയ്താൽ മതി. അതിനകത്ത് ഈ ഗോസ്റ്റ് സിറ്റി ഒക്കെ ഗോസ്റ്റ് സിറ്റിയും അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. പക്ഷെ ബേസിക് ആയിട്ട് വരുന്നത് റോളർ കോസ്റ്റർ ആയിരിക്കും. റോളർ കോസ്റ്റർ, കാനിയൻ കോസ്റ്റർ. കാനിയൻ കോസ്റ്റർ വരുമ്പോൾ കാനിയോണും ബാക്കി എല്ലാ മൂവീസും ഓൾമോസ്റ്റ് എല്ലാം ബേസിക് തീം എന്ന് പറഞ്ഞാൽ റോളർ കോസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഷോയ്ക്കകത്ത് കയറാം. ഇവിടെ ഗെയിം സോണൊക്കെ ഉണ്ടല്ലോ, പൊളിയാണല്ലോ. എങ്ങനെയുണ്ട് വണ്ടിക്ക്? പവറൊക്കെ ഉണ്ടോ? VS6 ആയിട്ട് പവർ ഇത്തിരി കുറവാണ്. നമുക്ക് നോക്കാം പവർ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്റെ അമ്മ, എങ്ങനെയാണ് സംഭവം ഇടുന്നത്? കോയിനാണ്. ഓക്കെ ഓക്കെ, അടിപൊളി. അതിപ്പോ ചേട്ടായിക്കുള്ളൂ. ഫെറാറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പവറൊക്കെ ഉണ്ട്. BS4 പവർ കൂടിയിട്ടുണ്ട്. BS6 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ടൊക്കെയാ പോകുന്നേട്ടോ. എന്റെ അമ്മ ബസ് AMT ആണോ ടോക്കൺ നോട്ടാണോ?
എന്റെ അമ്മ, എന്റെ അമ്മേ. എന്റെ അയ്യോ കൈയിട്ട്. അടിപൊളി ഐഡിയ ഉണ്ട്. ആ എന്താണ് പറയാനുള്ളത്? നീ കളിക്കുന്നില്ല. കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതെല്ലേ, വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ ഓടിക്കുമ്പോ? യു ടേൺ ഡിഫിക്കൽട്ട് ആണല്ലേ? അതെ അതെ അതെ, കണ്ടറിയാം. നല്ല കേരളത്തിലെ റോഡാണെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അറിയാത്തത്. ടൈറ്റാണ് അത് ശരിയാക്കാം. അതാണ് അത് BS6 കുഴപ്പമില്ലെന്നാ പറയുന്നേ. അതെ അല്ലേ? ആ അതെ, ഇതിന്റെ 2 വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് യെല്ലോയും റെഡും. അതാണ്. പിന്നെ ഈ റെഡിന്റെ MVD ബുക്ക്. ഈ വണ്ടിയുടെ അങ്ങനെ കീ ഒക്കെ വന്നായിരുന്നെങ്കിൽ അങ്ങനെ. ആ അതാണ് അതിന്റെ കീ.